ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂര്യ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മുഷാദാംനാശേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ്വാരകയിൽ ഉള്ളവരുടെ എല്ലാം ക്ഷേമാന്വേഷണം ധർമ്മപുത്ര അനുജനായ അർജുനനോട് ചോദിക്കണു. യത്പാദ ശുശ്രൂഷണ മുഖ്യകർമ്മണ സത്യാദയോ ജട്ട സഹസ്രയോഷിത. സത്യ തുടങ്ങിയ 16,208 പത്നിമാർ ഏതൊരു ഭഗവാനെ ശുശ്രൂഷിച്ചിട്ടാണ് പരമാനന്ദം നേടിയിരുന്നത്. വജ്രായുധ വല്ലഭോചിത, ഇന്ദ്രന് സമാനം ആണ് അവർ അവിടെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ സുഖം തന്നെയല്ലേ. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ, ഏതൊരു ഭഗവാന്റെ ശക്തമായിട്ടും സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണ് യദുപ്രവീര. ആ യദുക്കൾ യാതൊരു ദിക്കിൽ നിന്നും ഭയമോ ശത്രുഭയമോ ഇല്ലാതെ കഴിഞ്ഞുകൂടുന്നത്. അതിനെല്ലാം അതിക്രമന്തി അംഗ്രിവിരാകൃതാം ബലാൻ സഭാം സുധർമാം സുരസത്വമോചിതാം. സുധർമ്മ എന്ന് പറയുന്നതായിട്ടുള്ള സ്വർഗത്തിലത്തെ ആ സഭയ്ക്ക് സമാനമായ ആ പ്രൗഢിയോട് കൂടിയിട്ട് കഴിയുന്നത് ആ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ സുഖമായിട്ട് തന്നെയാണോ ഇരിക്കുന്നത്? ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അർജുനൻ്റെ മുഖഭാവത്തിന് യാതൊരു തെളിച്ചവും കണ്ടില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ട് നീ ഒന്നും മറുപടി പറയുന്നില്ല. അപ്പം എത്ര കാര്യങ്ങളായി ചോദിക്കുന്നു. കച്ചിത്തെ അനാമയം താത ഭ്രഷ്ട തേജാവിഭാസിമേ, എല്ലാ തേജസ്സും മുഖത്ത് നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. അലബ്ധമാനോ അവജ്ഞാത കിംബാ താത ചിരോഷിത, നീ വല്ലവരാലും അപമാനിക്കപ്പെട്ടുവോ? മാന്യത ഉള്ളവർക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ് അപമാനിക്കപ്പെടുക എന്നുള്ളത്. അതിലും വലിയ ശിക്ഷയില്ല, മരണത്തേക്കാൾ വലിയ ശിക്ഷയാണ് എന്നാണ്. അപ്പം അങ്ങനെ വല്ലവരാലും നീ അപമാനിക്കപ്പെട്ടുവോ? കിംവാ താത ചിരോഷിത, അതെന്തുകൊണ്ടാവാം? അധികം അവിടെ താമസിച്ചിട്ടേ, അതിപരിചയാൽ അവജ്ഞാനം. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ അധികം താമസിച്ചാൽ, അധികമായിട്ട് അങ്ങനെ ഇടപെട്ടാൽ അവിടുന്ന് അവജ്ഞ ഉണ്ടാവും. എന്തായി തനിക്ക് പോകണമെന്നൊന്നുമില്ലേ, വീട്ടിലാരും ഇല്ലേ, ഇയാൾക്ക് ഭാര്യ മക്കളൊന്നുമില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും ഒരു ദിക്കിൽ തന്നെ കൂടിയാൽ, അല്ലേ? അപ്പോൾ എവിടെയും അധികമായി ഒരു ദിക്കിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. കാര്യം കഴിഞ്ഞാൽ അപ്പോൾ സ്ഥലം വിടണം. സജ്ജനങ്ങൾ അങ്ങനെയാണെന്നാണ്. ആ കാര്യമാണ് കഴിഞ്ഞാൽ എന്നാൽ ശരി കേട്ടോ, പിന്നെ കാണാം, പിന്നെ അവിടെ നിൽക്കലില്ല എന്നാണ്. അവിടെ നിന്നാൽ അവജ്ഞ ഉണ്ടാവും. പല ഉദാഹരണങ്ങളും വരും. ഇപ്പോൾ യജ്ഞം കഴിഞ്ഞാൽ ആ ദിവസം ഊണ് കഴിഞ്ഞാൽ അപ്പം അവിടുന്ന് സ്ഥലം വിടണം അത്രേ. പിന്നെ അങ്ങോട്ട് പോകണേണ്ട് കുഴപ്പമില്ല, പക്ഷെ ആ ദിവസം യജ്ഞാചാര്യൻ അവിടെ നിൽക്കരുത് നിയമമുണ്ട്. ഞാൻ നിയമത്തിൽപ്പെട്ടതാണ്. യജ്ഞം കഴിഞ്ഞാൽ അപ്പം സ്ഥലം വിട്ടോളണം എന്നാണ്. കാരണം അവിടുത്തെ ആ കാര്യം കഴിഞ്ഞിരിക്കണു, പിന്നെ ഇയാളെ ബഹുമാനം ഉണ്ടാവില്ല. അതുവരെ കാണുന്ന രീതിയിലുള്ള ബഹുമാനം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ അവിടെ താമസിച്ചിട്ട് നിനക്ക് ദ്വാരകയിൽ നിന്ന്, പത്നിഗൃഹത്തിൽ നിന്ന് എന്തെങ്കിലും അപമാനം ഉണ്ടായോ? അലബ്ധമാനോ അവജ്ഞാത കിംബാ താത, അത് സ്നേഹത്തോട് വിളിക്കുകയാണ് താത. താത എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അച്ഛൻ എന്ന് മാത്രമല്ല ഉള്ളൂ. മലയാളത്തിൽ ചിലപ്പോൾ അച്ഛൻ എന്ന് മാത്രമായിരിക്കും. സംസ്കൃതത്തിൽ ആ താത എന്നുള്ളതിന് സാന്ദർഭികമായിട്ടാണ് അർത്ഥം എടുക്കേണ്ടത്. അനുജനെ വിളിക്കാം, ഏട്ടനെ തിരിച്ചും വിളിക്കാം. ഏട്ടനെ വിളിക്കാം താത, അച്ഛനെ വിളിക്കാം, അച്ഛന് മകനെയും വിളിക്കാം താത. ഒരു കോമൺ ടേമാണ് ഈ താത. വാത്സല്യം വർദ്ധിക്കുമ്പോൾ വിളിക്കണ ഒരു പേര്, കുട്ടിയായിക്കോട്ടെ, പേരക്കുട്ടിയായിക്കോട്ടെ, സുഹൃത്തിനായിക്കോട്ടെ ഒക്കെ വിളിക്കാം താത. അപ്പം ഇവിടെ അനുജനെയാണ് വിളിക്കുന്നത്. അലബ്ധമാനോ അവജ്ഞാത കിംവാ താത, ഹേ കുട്ടി, നിനക്ക് അങ്ങനെ വല്ല അപമാനവും അവിടുന്ന് നേരിടേണ്ടി വന്നുവോ? കച്ചിത് ന അഭിഹതോ ഭാവേ ശബ്ദാദിവിരമംഗളൈ ന ദത്തമുക്തമർദ്ദിപ്യ ആശയാ പ്രതിശ്രുതം. അമംഗളൈ, മംഗളങ്ങളല്ലാത്ത, ശബ്ദാദിവി, വാക്കുകൾ കൊണ്ടോ. ചെറിയ വാക്ക് മതി നമുക്ക് വേദനിക്കാൻ. അയാൾ എന്താ ഇപ്പം അങ്ങനെ പറയാൻ കാരണം എന്ന് നമ്മളെ അസ്വസ്ഥമാക്കാൻ ചെറുതായിട്ടുള്ളൊരു വാക്ക്
മതി. അപ്പം അങ്ങനെ വല്ല അമംഗള ശബ്ദങ്ങളും നിന്നെക്കുറിച്ച് അവിടുന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നുവോ? ശബ്ദാദിപി ഭാവൈ, ചിലപ്പോൾ നോട്ടമായിരിക്കും, ഒരു ഭാവോ നോട്ടോ മാത്രം മതി നമ്മളെ ഉപദ്രവിക്കാമെന്ന്. വാക്കൊന്നും വേണ്ട. ഭാവൈ ന അഭിഹത, നീ പ്രഹരിക്കപ്പെട്ടില്ലയോ? അഭിഹത എന്ന് പറയുമ്പോൾ നമുക്ക് അവയാൽ ആഘാതം ഏറ്റിട്ടില്ലയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഭാവങ്ങളെ കൊണ്ടോ വാക്കുകളെ കൊണ്ടോ നിനക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമമോ ആഘാതമോ, അഭിഹത എന്ന് പറഞ്ഞാൽ ആഘാതം, പ്രഹരം, അടി, ഓരോ തരത്തിൽ ഓരോ അർത്ഥം നീ പറഞ്ഞ പോലെ ഇവിടെ വല്ല ആഘാതവും മാനസികമായിട്ട് നേരിട്ടുവോ? ഒരാളിപ്പോൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു തിരിച്ച് രണ്ട് പറഞ്ഞു വെച്ചാൽ പ്രശ്നമില്ല എന്നാണ്. പക്ഷേ അതിലും വലുതാണ് ഈ ഇവിടെ പറഞ്ഞത് ആഭിഹത, ഡിപ്രഷൻ മനസ്സിന് വന്നാൽ അത് വലിയൊരു വിഷമാണ്. അപ്പോൾ ഒരാളെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അയാൾ പെട്ടെന്ന് അതിൽ ഫീലിംഗ് ആയാലാവും ചിലർക്ക് വിഷം, അയ്യോ പറയേണ്ടിയിരുന്നില്ല പാവം, അത് വല്ലാതെ വിഷമിപ്പിച്ചു ആ വ്യക്തിയെന്ന് തോന്നുന്നു. നല്ലവർക്ക് കേട്ടോ, ചീത്തവരച്ചാൽ നന്നായി, അങ്ങനെ കൊള്ളാൻ തന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറയും അല്ലേ. ഒക്കെ നമ്മുടെ എടുക്കലിനനുസരിച്ചാണ്. അല്ലെങ്കിൽ തോന്നുന്നത് ഒന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞു, പെട്ടെന്ന് അയാൾക്ക് വല്ലാത്ത വിഷമമായിട്ട് ഇരിക്കുന്ന കണ്ട ചിലപ്പോൾ അതാവും ഈ കൊടുത്ത ആൾക്ക് ഏറ്റവും വിഷമം വരിക. പാവം കണ്ടോ, അനങ്ങണമില്ല, ഒന്നും പറയണമില്ല. അപ്പം അങ്ങനെ വല്ല ആഘാതവും മനസ്സിന് നിനക്ക് സംഭവിച്ചു. ആശയ യത് പ്രതിശ്രുതം, ഇവിടെ പറയണം ആഗ്രഹത്താൽ യാതൊന്ന് പ്രതിജ്ഞ ചെയ്യപ്പെട്ടുവോ, പറയപ്പെട്ട അത് യാചകന്മാർക്ക് കൊടുക്കാൻ പറ്റാതെ ഇരുന്നുവോ? പണ്ട് എന്തെങ്കിലും ഒരാൾ നമ്മളോട് അഭ്യർത്ഥിച്ചാൽ അത് കൊടുത്തില്ലെങ്കിൽ ഈ കൊടുക്കുന്ന ദാതാവിന് വലിയ വിഷമമാണ്. ഇന്ന് നേരെ തിരിച്ചാ, നന്നായിട്ട് എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, അയാൾ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് നുണ പറയേണ്ടി വന്നിരുന്നില്ലല്ലോ എന്നാണ്. കൊടുക്കാണ്ട് കഴിഞ്ഞുല്ലോ, നുണ പറയാതെ തന്നെ എൻ്റെ കയ്യിലൊന്നും ഇല്ലാണ്ടാക്കി ഈശ്വരൻ. അതുകൊണ്ട് സത്യപ്രകാരം തന്നെ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് കൊടുക്കാതെ കഴിച്ചു. ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടിയിരുന്നു നുണ പറയാൻ മടിയുള്ള ഒരാളാണെങ്കിൽ. ശരിക്കും പറയാച്ചാൽ അങ്ങനെയല്ല. ഒരാൾ ചോദിച്ചാൽ അത് സന്തോഷത്തോടു കൂടി തൻ്റെ കയ്യിലുണ്ടച്ചാൽ കൊടുക്കാൻ കഴിയണം. അത് കൊടുത്തില്ലെങ്കിൽ ഈ കൊടുക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ കൊടുക്കേണ്ടതായ ആൾക്ക്, ആരാണോ കൊടുക്കേണ്ടത് അയാൾക്ക് വലിയൊരു അധപ്പതനാണ്. കാരണം അവർക്കത് കിട്ടിയില്ല എന്നുള്ള ദോഷം ഈ കൊടുക്കാത്ത ആൾക്കുണ്ടാവും. അപ്പം അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ കഴിയാത്ത ദുഃഖം നിനക്കുണ്ടായോ? അർഹതപ്പെട്ട ഒരാളെ എന്തെങ്കിലും ചോദിച്ചു, അത് നിനക്ക് കൊടുക്കാതെ ദക്തം, കൊടുക്കാൻ കഴിയാണ്ടിരിക്കുക. ആർക്ക്? അർത്ഥിഭ്യ, ആവശ്യമുള്ളവർക്ക്. ചോദിച്ചതായിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാതെ ഇരിക്കുക, അങ്ങനെ ഒരു വിഷമം ഈശ്വരൻ അയാൾ ചോദിച്ചു, എനിക്കത് കൊടുക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ അങ്ങനത്തെ വിഷമമൊന്നുമില്ല, കൊടുക്കാതെ കഴിഞ്ഞാൽ നന്നായി എന്നാണ് വിചാരിക്കുക. അത് ഇന്നത്തെ കാര്യം. പണ്ട് അങ്ങനെയല്ല. ഒരു വീട്ടിലൊരാൾ വന്നു, ഉടമസ്ഥനെ കാണാതെ പോയി എന്ന് വയ്ക്കുക, പൂട്ടിയിട്ട സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഉടമസ്ഥന് വലിയ ദുഃഖം. ഈശ്വര, എന്ത് ഉദ്ദേശിച്ചിട്ടാണോ അയാൾ വന്നത്, കഷ്ടം, ഞാൻ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു എന്നാൽ അത്രയും പണ്ട് വിചാരിക്കുക. ഇതിപ്പോൾ നന്നായി എന്ന് വിചാരിക്കും അല്ലേ. കാലത്തിൻ്റെ ഒരു വ്യത്യാസമാണതേ. അപ്പം അങ്ങനെ കൊടുക്കാതിരിക്കുക. ആതിഥ്യം കാമിച്ച ഒരാൾ വന്നാൽ അയാളെ സ്വീകരിക്കുക. അതിഥി ദേവോഭവ. ഇപ്പം നമ്മൾ കോളിംഗ് ബെല്ലും കൂടി അടിക്കാണ്ട് ഇരിക്കാൻ എന്താ വഴി നോക്കണ ആൾക്കാരുണ്ട്. കിടന്നുറങ്ങുമ്പോഴേ കോളിംഗ് ബെല്ലിന് ഓഫ് സ്വിച്ച് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. വേണ്ടപ്പോൾ പ്രവർത്തിപ്പിക്കുക, വേണ്ടാത്തപ്പോൾ പ്രവർത്തിപ്പിക്കുക. ഇതിനൊക്കെ എത്ര വലിയ ദോഷമാണെന്നറിയോ. നമ്മുടെ ആ ഒരു ഇത് പ്രകാരം വളരെ മോശമാണ് നമ്മുടെ സംസ്കാരം പ്രകാരം. അതിഥി വന്നാൽ എപ്പോഴും നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ചാടി നീട്ടോളണം. നിയമാണത്. അവിടെ നമ്മുടെ ഉറക്കത്തിനല്ല സ്ഥാനം. അപ്പം അങ്ങനെ വല്ല ദുഃഖവും ദക്തമുക്തം അർത്ഥിപ്യ ആശയ, ആഗ്രഹിച്ച് ചോദിച്ചിട്ട് അത് കൊടുക്കാത്ത ദുഃഖം നിനക്ക് അർജുന ഉണ്ടായോ? പണ്ട് ദുഃഖത്തിന് കാരണമാണ്, ഇന്നിപ്പോൾ വ്യത്യാസപ്പെട്ടു മനസ്സ്. പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നും ആവരുത്. ആര് വീട്ടിൽ വന്നാലും എന്താണ് എന്ന് നല്ല ഭാവത്തിൽ അയാളോട് ചോദിക്കാനും സ്വീകരിക്കാനും നമ്മൾ തയ്യാറാവണം. അയാൾക്ക് ധൃതി ഉണ്ടെങ്കിലും കൂടി ഇരിക്കണില്ലേ എന്നൊരു വാക്ക് ചോദിച്ചുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ.
അപ്പോൾ അത് അയാൾക്ക് സന്തോഷമാവും, കാരണം അയാളെ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളത്. കച്ചിത്വം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം ശരണോപസൃതം സ്വത്വൻ നാത്യാക്ഷി ശരണപ്രദ. ഇനി നിനക്ക് ദുഃഖം ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഊഹിക്കുകയാണ് അർദ്ധമുത്തർ. ശരണോപസൃതം, ശരണം പ്രാപിച്ച ബ്രാഹ്മണനെ അല്ലെങ്കിൽ ബാലനെ, ഒരു കുട്ടിയെ, ഒരു ചെറിയ പശുവിനെ, ചെറിയ കുട്ടിയെ, അതുപോലെ പശുവിനെ, വയസ്സനെ, ഒരു സ്ത്രീയെ നിനക്ക് അവർ ചോദിച്ചത് കൊടുക്കാതിരിക്കേണ്ടി വന്നുവോ? ഒരു സ്ത്രീ നമ്മളോട് ഒരു കാര്യം അഭ്യർത്ഥിച്ചാൽ അത് സാധിപ്പിച്ചു കൊടുക്കണം എന്നാണ്. അത് പുരുഷൻ്റെ ഒരു കടമയാണ്. അതുപോലെ ബ്രാഹ്മണൻ, യഥാർത്ഥ ബ്രാഹ്മണ്യമുള്ളവൻ സജ്ജനം എന്നർത്ഥമേ ഉള്ളൂ, കുലത്തിൽ ജനിച്ചവെന്നർത്ഥമില്ല കേട്ടോ ഒരിക്കലും. അവർ നമ്മളോടൊരു കാര്യം ചോദിച്ചാൽ അത് സാധിക്കുമെങ്കിൽ കൊടുക്കണം. അതൊന്നും ഒരു നഷ്ടമല്ല. നമ്മളെത്രയോ ചിലവ് ചെയ്യണു അല്ലേ? അപ്പോൾ ചോദിച്ചൊരാൾക്കൊരു സംഗതി കൊടുത്താൽ അതൊരിക്കലും ഒരു നഷ്ടമല്ല. ഒരാൾ മുമ്പിൽ കൈ നീട്ടി ഒരു 10 രൂപ എടുത്ത് കൊടുത്തു എന്ന് വെച്ചതുകൊണ്ട് ആ സമയത്ത് വലിയ ന്യായം പറയുന്നില്ല. ഇയാൾക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ? ഈ പറയുന്ന ആൾ പണിയെടുത്തിട്ടാവില്ല ജീവിക്കേണ്ടാവുക. എന്നിട്ടാണ് ഇയാളോട് ചോദിക്കണത്. ഒന്നുമില്ലെങ്കിൽ 5 രൂപയെങ്കിലും ആ കയ്യിൽ വെച്ച്, എന്തോ ഒരു ആവശ്യത്തിനാണല്ലോ അയാൾ ചോദിക്കണത്. ഇപ്പം നമ്മൾ ന്യായം പറയാം, അയാൾ കൊണ്ടുപോയിട്ട് കുടിക്കാനാണെങ്കിലോ അതെന്തിനാണ് നമ്മൾ ചിന്തിക്കണം? നമുക്ക് എങ്ങനെ അറിയാം? ചിലപ്പോൾ ന്യായമായിട്ട് ഭക്ഷണം വാങ്ങാനാണെങ്കിലോ. അപ്പം അറിയാതെ പറയരുത്. ചോദിച്ചു വന്നാൽ കൊടുക്കുക. അത് ദുരുപയോഗം ചെയ്താൽ അയാൾ അനുഭവിച്ചോട്ടെ. അപ്പോൾ ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ശരണം പ്രാപിച്ച ആൾ, അതുപോലെ ഒരു പശുവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക. പശുവിന് നമ്മൾ വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും സാത്വികമായിട്ട് അനാവശ്യമായിട്ട് ആരെയും ഉപദ്രവിക്കാത്തൊരു ജീവി വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ആരെയും അങ്ങനെ ഉപദ്രവിക്കില്ല, പ്രത്യേക സാഹചര്യങ്ങളിലല്ലാണ്ട്. അപ്പോൾ ആ പശുവിനെ മരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു നേട്ടമാണെന്നാണ്. അങ്ങനെ നിനക്കൊരു പശുവിനെ കൊല്ലപ്പെടുന്നത് കാണേണ്ടി വന്നോ? കടുവ പിടിക്കുന്നതോ സിംഹം പിടിക്കുന്നതോ ആയിട്ട് അർജുന, ഒരു പ്രായമുള്ള ആൾ ആരോ ആയിക്കോട്ടെ ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടാൽ സാധിപ്പിച്ചു കൊടുക്കണം എന്നാ. എന്തോ ആയിക്കോട്ടെ, അയാളെക്കൊണ്ട് പറ്റാത്തൊരു കാര്യം കണ്ണു കാണാത്തതുകൊണ്ടാവാം, നടക്കാൻ പറ്റാത്തതുകൊണ്ടാവാം. കാരണം നമുക്ക് നാളെ ഈ വാർദ്ധക്യം വരുന്നതാണ്. പച്ചപ്പിലാവില ചിരിച്ചിട്ട് കാര്യമില്ലേ? പഴുത്തപ്പിലാവില നിലത്തേക്ക് വീണ് കണ്ടിട്ടേ നാളെ ഇയാളുടെ പല്ല് പോകാനും കവിള് ചുരുളാനും ഒക്കെ തന്നെയാണ് പോകണതിന് വല്ല സംശയമുണ്ടോ അതിന്? അപ്പോൾ എപ്പോഴും നാളെ നമുക്ക് വയസ്സാവും എന്ന ചിന്ത. നമ്മളൊരു കാലത്ത് സുന്ദരകുട്ടപ്പന്മാരായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് വയസ്സായി എന്ന് ഉള്ള ഒരാൾ നമ്മൾ മറ്റൊരാളോട്, ചെറുപ്പക്കാരോട് സഹായം ആവശ്യപ്പെട്ടാൽ അത് അയാളെ വെറുപ്പിക്കാണ്ട് കൈ പിടിച്ചിട്ട് ഇപ്പോൾ ഇത് റോഡ് ക്രോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അയാൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുകയാണ്. വാഹനങ്ങൾ പാഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടേ കടത്തി തരാം. 2 ആൾ കൂടിയാൽ കുറച്ചും കൂടി കടക്കാൻ എളുപ്പമുണ്ടല്ലോ വാഹനക്കാർക്ക്. അവിടെ അയാളെ കൈ പിടിച്ച് അപ്പുറത്തേക്ക് കടത്തിയല്ലേ കണ്ണ് കാണാത്ത ആളെയൊക്കെ കടത്തി കൊടുക്കണം. നമ്മൾ എത്ര വലിയൊരു കാര്യം അത്. അപ്പം അങ്ങനെയുള്ളൊരു വയസ്സായിട്ടുള്ള ആൾ, വയ്യാത്ത ആൾ, രോഗിണം ഇവിടെ പറയുകയാണ്. ഒരു രോഗി ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ആരായാലും മരുന്ന് വാങ്ങി കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് എന്നാണ്. മരുന്ന് വാങ്ങി കൊടുക്കുന്ന വിഷയത്തിൽ അത് ദൈവഹിതമാണെന്നാണ് പറയുന്നത്. കൊടുക്കണം. ഭക്ഷണത്തേക്കാൾ വലുതാണ് മരുന്ന് അല്ലേ? അത് വേണ്ട സമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ രോഗിണം, ഒരു രോഗിക്ക് മരുന്ന് വാങ്ങി കൊടുക്കുക എത്ര നല്ല ഒരു പുണ്യമാണത്. അന്യന്മാരാണെങ്കിലും കൂടി ചെയ്യണം. ഇപ്പം സ്വജനങ്ങൾക്കും കൂടിയും കൊടുക്കാത്ത കാലമല്ലേ? അപ്പം അത് പാടില്ല. മരുന്ന് എപ്പോഴും ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഇപ്പം രോഗിണം, അത് നല്ല തത്വങ്ങളാണ് നമ്മുടെ പഴയ കാലത്ത് പറഞ്ഞത്. ഈ ഭാഗവത്തിലല്ല കേട്ടോ അത് പറഞ്ഞത്, ഇത് വേറെ എവിടേക്കോ പറഞ്ഞത് ഭാഗവത്തിൽ എടുത്ത് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. സ്ത്രീ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കുക. ചെറിയ കുട്ടി ഇപ്പോൾ ചിലപ്പോൾ ഒരു കളിപ്പാട്ടാവും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക അല്ലേ? ആ സമയത്ത് അതിൻ്റെ വില നോക്കിയിട്ടോ നഷ്ടം നോക്കിയിട്ടോ ചെയ്യാതിരിക്കരുത് എന്നാണ്. ഒരു കളിക്കാർ ഇന്ന് നമ്മൾ അവന് വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ശരിക്കുള്ള കാറിൽ നമ്മളെ കൊണ്ടുപോകാൻ ഇല്ലേ? ആ സ്നേഹം ഉണ്ടച്ചാൽ തീർച്ചയായിട്ടും കൊണ്ടുപോകും. അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും ചില കാര്യത്തിൽ തിരിച്ച് കണ്ടിട്ടില്ല എന്നല്ല, സാധാരണ നിലയ്ക്ക് ആ സ്നേഹം അങ്ങോട്ട് കൊടുത്ത് കിട്ടേണ്ടതാണ്. കൊടുത്താൽ മാത്രമേ കിട്ടുന്ന ഒന്നാ സ്നേഹം. അവർ കുട്ടിക്കാലത്തൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് അവസാനം വരെ ഉണ്ടാവും. ഇത്രേ സാധിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അച്ഛനത് സാധിപ്പിച്ചു എന്നില്ല.
അല്ലെങ്കിൽ അമ്മ അത് സാധിപ്പിച്ചെന്നില്ല. അപ്പം അങ്ങനെ പാടില്ല എന്നാണ്. ബാലം, ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ, ദുരവസ്ഥ. അല്ലയോ അർജുന, നിനക്ക് വന്നോ? ശരണോപസൃതം സത്വം, ശരണം പ്രാപിച്ചിട്ടുള്ള ഏതെങ്കിലും ആളെ നീ അത്യാക്ഷി ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. അങ്ങനെ നിനക്ക് വേണ്ടി വന്നോ? അത്യാക്ഷി ആണ്. ഒരു കുശല പ്രശ്നത്തിൽ കൂടിയിട്ട് ഭാഗവത്തിൽ എത്ര കാര്യം കൊണ്ടുവരാൻ ആലോചിച്ചു. ഇങ്ങനൊരു പുരാണം നമുക്ക് വേറെ എവിടെ കാണാൻ പറ്റില്ല. ഓരോ വാക്കും നമുക്ക് എടുക്കേണ്ടതാണ്. മറ്റേലൊന്നും അങ്ങനെയില്ല. കുറേ വായിച്ച ചില വാക്കേ നല്ലത് കിട്ടുള്ളൂ. ആകെ കഥ പറഞ്ഞു പോവുക. അങ്ങനെ ഇതങ്ങനെയല്ല. ഏത് ശ്ലോകം എടുത്താലും അതിലൊരു കാര്യം ഉണ്ടാവും. അതാണ് ഈ ഭാഗവത്തിന് ഇത്ര പ്രാധാന്യം ഉണ്ടാവാൻ കാരണം. അല്ലാണ്ട് കഥ എന്ന് മാത്രമല്ല. അതുകൊണ്ട് ശരണം പ്രാപിച്ച ഏതെങ്കിലും ഒരു ശരണാഗതനെ നിനക്ക് സഹായിക്കാൻ പറ്റാതെ പോയോ അർജുന? കച്ചിത്വം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം. നമ്മൾ ഈ വയസ്സായവരെയൊക്കെ ബഹുമാനിച്ച് പഠിപ്പിക്കണം. ഇപ്പോൾ ബസ്സിൽ സീറ്റ് വയസ്സായവർക്ക് കൊടുക്കണ്ടെന്നാണ് ഗവൺമെൻറ് പറയണം കുട്ടികളോടെ. അങ്ങനെ തന്നെ പഠിപ്പിക്കണം, വേണ്ടേ? അതാണോ അതിൻ്റെ ശരി? അവർ കൺസെഷൻ ചാർജേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടല്ല എണീക്കാൻ പറയണ ഈശ്വര. അതുകൊണ്ടല്ല. പ്രായത്തിനെ ബഹുമാനിക്കുക എന്നൊരു സംഗതി ഇല്ലേ? ഒരു 60കാരൻ നിൽക്കുന്നതും 15കാരനോ 18കാരനോ നിൽക്കുന്നതുമായ ആര് നിൽക്കുക? ഭേദം 18കാരൻ നിൽക്കില്ലേ? അപ്പം അങ്ങനെ അവനൊരു സീറ്റ് കൊടുത്തിട്ട് കുട്ടികളെ ശീലിപ്പിക്കുകയല്ലേ വേണ്ടത്? അപ്പം ഇത്തരം സംസ്കാരമാണ് ഈ കുശല പ്രശ്നത്തിൽ കൂടി പോലും ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. കച്ചിത്തന്നാഗമോ ഗമ്യാം വാസത് കൃതാം സ്ത്രീയം പരാജിതോ വാതഭവാൻ നോത്തമേർണാസമേപതി. അതുകൊണ്ട് നീയെ ഗമിക്കാൻ പാടില്ലാത്ത സ്ത്രീകളെ ഗമിച്ചുവോ സംഗതി വശാൽ? ചില ദുർബല നിമിഷങ്ങളിൽ അങ്ങനെ വല്ലതും നിനക്ക് സംഭവിച്ചോ? സ്വഭാവശുദ്ധിയില്ലാത്ത താഴ്ന്ന സംസ്കാരമുള്ള സ്ത്രീകളെ, വേശ്യാസ്ത്രീകളെ പോലെ ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്വന്തം പത്നി അല്ലാണ്ട് നീയെ പ്രാപിച്ചുവോ? അത് പുരുഷന് വലിയ തെറ്റാണ്. സ്ത്രീ അത് പണ്ടത് വളരെ പ്രാധാന്യമാണ് കൽപ്പിച്ചിരുന്നത്. ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ കോടതി അടക്കം പറഞ്ഞിരിക്കണം ആരെ വേണച്ചാൽ പ്രാപിക്കാമെന്നല്ലേ. ഉഭയസമ്മതത്തോട് കൂടിയിട്ട് ആർക്കും ആരെയും. പക്ഷെ അതൊക്കെ എത്ര വലിയ തെറ്ററിയോ? അപ്പോൾ ആ നിയമങ്ങളൊക്കെ മാറ്റി എഴുതേണ്ടതാണ്. ഭാരതീയ സംസ്കാരം ഒരിക്കലും അത് സമ്മതിക്കണില്ല. അപ്പോൾ ഗമിക്കാൻ പാടില്ലാത്ത സ്ത്രീയെ നീ അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്നുവോ? ഏട്ടനാണ് തുറന്നു പറയാൻ വെച്ചാൽ ഗമ്യാമ്പ സ്ത്രീയെ, ഗമിക്കാൻ യോഗ്യമായ സ്ത്രീയെ, കുറഞ്ഞവൾ എന്ന കാര്യം കണ്ടോ? അതും പറയുന്നുണ്ട്. പ്രാപിക്കാതെ ഇരുന്നുവോ? നിന്നെക്കൊണ്ട് അങ്ങനെയുള്ള സുഖം അനുഭവിക്കേണ്ടതായ ധർമ്മപ്രകാരമുള്ള സ്ത്രീക്ക് അത് കൊടുത്തില്ലെങ്കിലും തെറ്റാണെന്ന് പറയണം. അപ്പോൾ ഒരു വശവും നമ്മുടെ സംസ്കാരം ഒഴിവാക്കണില്ല, അവഗണിക്കണില്ല. ധർമ്മപത്നി ആഗ്രഹിച്ചാൽ അത് കൊടുത്തിരിക്കണം, ഭർത്താവ് ആഗ്രഹിച്ചാൽ സ്ത്രീയും അത് കൊടുത്തിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കണം. അപ്പം അങ്ങനെ നിനക്ക് നിന്നാൽ ആഗ്രഹപൂർത്തി വരണം എന്ന് അപേക്ഷിച്ച ഒരു സ്ത്രീക്ക് അത് ന്യായവും ധർമ്മവും ആണെച്ചാൽ കൊടുക്കാതെ നീ ഇരുന്നുവോ? അതൊരു തെറ്റാണെന്നാണ് പറയുന്നത്. ഒരു വർഷം മുഴുവൻ ദാമ്പത്യ സുഖമില്ലാതെ ജീവിക്കേണ്ടിയിരുത്തൽ അങ്ങനെ ചെയ്താൽ. പിന്നെയോ ആ സമന്മാരല്ലാത്തവരാലോ മാർഗത്തിൽ തോൽപ്പിക്കപ്പെട്ടുവോ? നമ്മളെക്കാൾ ചെറിയൊരാൾ നമ്മളെ തോൽപ്പിക്കുക വലിയ മോശമാണ്. ഭഗവാനോട് ഇപ്പം നമ്മൾ തോറ്റ ഒരു പോരായ്മയില്ല. നമ്മളെക്കാൾ ശക്തന്മാരോട് നമ്മൾ തോറ്റ പ്രശ്നമില്ല എന്നാണ്. പക്ഷേ ഒന്നിനും കൊള്ളാത്തവരോട് നീ തോറ്റു. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. സ്വർഗാരോഹണ സമയത്ത് കൃഷ്ണപത്നിമാരെ ചില മ്ലേച്ഛന്മാർ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അർജുനന് തടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അർജുനന് തടുക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണൻ പോയി ആ പത്നിമാരെ ദ്രോഹിക്കാൻ വന്ന മ്ലേച്ഛന്മാരെ അർജുനൻ തടയാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. എവിടെയൊക്കെ ജയിച്ച ആളാണ് അർജുനൻ. ലോകം മുഴുവൻ ജയിച്ചു എന്ന് പറഞ്ഞ പോലെയുള്ള ആൾക്ക് കൃഷ്ണപത്നിമാരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വലിയ കഥ ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് വല്ലവരാലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നുവോ അർജുന? അപിസത് പര്യമുക്താസ്തം സംഭോജ്യാൻ വൃദ്ധബാലകാൻ ജുഗസ്ഥിതം കർമ്മ കിഞ്ചിൽ കൃതവാൻ നയം അക്ഷമം. രണസാദരം ഭുജിപ്പാൻ യോഗ്യന്മാരായ വൃദ്ധബാലന്മാരെയും ബാലകന്മാരെയും ഉപേക്ഷിച്ചിട്ട് നീ വന്നുവോ? പണ്ടത്തൊരു സംസ്കാരമാണ് ഭക്ഷണം ഒരാൾ ചോദിച്ചാൽ കൊടുക്കാതിരിക്കരുത്. അതിനാണ് ഒരാൾക്കുള്ള ഭക്ഷണമെങ്കിലും അധികം കരുതണം എന്നാണ്. ബാക്കി വന്നോട്ടെ, കുഴപ്പമില്ല. അഥവാ വേണ്ടി വന്നില്ല വെച്ചാൽ അത് പക്ഷിമൃഗാദികൾക്ക് കൊടുക്കാമല്ലോ.
ഒരാൾ ഭക്ഷണം സമയത്ത് വിശന്ന് വന്നാൽ കൃത്യമായിട്ട് വെക്കരുത് എന്ന് പറയും. പണ്ട് ലേശം അധികം വെക്കുക, അത് കൊടുത്തേ പറ്റൂ. എത്രയോ ഉറുപ്പ്യ കൊടുത്ത ബലമാണ്. പൈസ നമുക്ക് മതിയാവില്ല എത്ര കിട്ടിയാലും, പക്ഷേ ഭക്ഷണം കൊടുത്തു നോക്കൂ, മതിയായി, സുഖമായി കേട്ടോ എന്ന് പറയും. അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ് ഗൃഹസ്ഥനെന്നാണ്. ഒരു ആൾക്കുള്ള ഭക്ഷണമെങ്കിലും അധികം കരുതണം, അവിടെ എത്ര ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭക്ഷണം ആഗ്രഹിച്ച ഒരാൾക്ക് നിനക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ ഗതി, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നുവോ? എന്തെങ്കിലും ശരിയല്ലാത്ത പ്രവൃത്തി, നീ പറയപ്പെടാത്തതിൽ എന്തെങ്കിലും പ്രവൃത്തി നിനക്ക് വേണ്ടി വന്നുവോ? അഭിസിത് പര്യമുക്താസ്ത്വം, ഭക്ഷണം കാക്ഷിച്ച് വരുന്നവർക്ക് കൊടുക്കാത്ത ദുഃഖം നിനക്ക് സംഭവിച്ചുവോ? സംഭോജ്യാൻ വൃദ്ധബാലകാൻ, വൃദ്ധന്മാർക്കോ ബാലകന്മാർക്കോ ഭക്ഷണം കൊടുക്കാതെ ഇരിക്കുന്ന ഒരു പാപം നിനക്ക് ചെയ്യേണ്ടി വന്നുവോ? എന്തെങ്കിലും ചീത്ത കർമ്മം, ജുഗുപ്സിതം കർമ്മ കിഞ്ചിത്, കിഞ്ചിത് ജുഗുപ്സിതം കർമ്മ, എന്തെങ്കിലും ശരിയില്ലാത്ത കർമ്മം നിനക്ക് ചെയ്യേണ്ടി വന്നുവോ എന്ന് ചോദിച്ചിട്ട് ആ അധ്യായം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദുഃഖിച്ചു വരുന്നതായിട്ടുള്ള അർജുനന് എന്താണ് സംഭവിച്ചത് എന്നുള്ള അറിയാൻ ഉള്ള ഏട്ടൻ്റെ യഥാർത്ഥ ആകാംക്ഷ നമുക്കിതിൽ കാണാം. അതുകൂടെ തന്നെ പണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നും കൂടി നമ്മളെ ധരിപ്പിച്ചിരിക്കും കൂടിയാണ് കഥാകൃത്ത്. ഇനി നമുക്ക് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അത ചതുർദശോധ്യായ. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണോ ബന്ധുദിദിക്ഷയാ ജ്ഞാതിഞ്ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം വ്യതീത കഥചിത് മാസാൻ തദാനായാത്തദോർജുന ദദർശഘോരൂപാണി നിമിത്താനി ഗുരുദ്ധഃ കാലസ്ഥ ജഗതിൻ്റെ ഉദ്രാം ബിപര്യർത്ഥർത്തുധർമ്മിണ പാപീയസി നൃണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം ജിമ്മപ്രായം വ്യകൃതം ഷാഢ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃത് ഭ്രാതൃദമ്പതീനാം ച കൽക്കനം നിമിത്താന്യത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാൻ ലോഭാത് യത് അധർമ്മ പ്രകൃതിം ദുഷ്ടോ വാചാനുജം നൃപ. അവിടെ ലോഭാത് യത് അധർമ്മ പ്രകൃതി 3 വാക്കുണ്ട്. ലോഭാത് ലോഭം കൊണ്ട്, യത് പ്ലസ് അധർമ്മ പ്രകൃതിയും മനസ്സിലാക്കി വായിച്ചാലേ ശരിക്കും കിട്ടുള്ളൂ. ലോഭാദ്യധർമ്മ എന്ന് ബുദ്ധിമുട്ടി വായിക്കേണ്ട. ലോഭാത് പ്ലസ് യത് പ്ലസ് അധർമ്മ ലോഭാത് യത് അധർമ്മ പ്രകൃതിയും ദിട്ടോ ആജാനുജം നൃപ. യുധിഷ്ഠിര ഉവാച സംപ്രസ്ഥിതോ ദ്വാരകായാം ജിഷ്ണുർബന്ധുദിദിക്ഷയാ ജ്ഞാതിഞ്ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതാം കഥാ സപ്താധുനാ മാസാ ഭീമസേന തമാർജുന നായാദിക്കസ്യ വാകേതോർണാകം വേദേജ മഞ്ജസ അഭിദേവർഷിണാദിഷ്ടകാലോയമുപസ്ഥിതാ തദാത്മനോംഗമാക്രീഡം ഭഗവാനുസ്ഥിതിക്ഷതി യസ്മാന്നസമ്പദോ രാജ്യം ധാര പ്രാണാകുലം വ്രജ ആസൻ സപത്ന വിജയോ ലോകാം തേജനുഗ്രഹാൽ പശ്യോത്പാദാൻ നരവ്യാഗ്ര ദിവ്യാൻ ഭൗമാൻ സദേഹികാൻ ദാരുണാൻ സംസദോ ദൂരാൻ ഭയന്നോ ബുദ്ധിമോഹനം ഉർവക്ഷിബാഹോ മക്യൻ പുരന്ത്യംഗ പുനഃപതുച്ചാഭിഗതേ ആരാധി പ്രിയം ശിവേഷോത്യന്തമാദിത്യമഭിരൗത്യനലാനനാമാമംഗസാരമേയോയം അഭിരേപ്യത്യഭീരുവൽ ശസ്താകുർവന്തി മാം സവ്യം ദക്ഷിണാം വശവോ വരേ വാഹാം ച പുരുഷം യാക്തലക്ഷേർദോ മമ മൃത്യുദൂതക്കപോതോയം ഉലൂകക്കമ്പയൻ മനാ പൃഥ്വിലൂകച്ച കുക്വാരേരനിദ്രോ ശൂന്യമിച്ചത. ഉലൂകം മൂങ്ങ, പൃഥ്വിലൂകം കാക്ക. രണ്ടിൻ്റെയും ശബ്ദം അമംഗളമായിട്ട് കേട്ടാൽ മോശമാണ്. കാക്ക അങ്ങനെ സുഖമില്ലാണ്ട് കരയുമ്പോഴേ അതാണ്. ധൂമ്രാദിശ പരിതയ കമ്പതേ ഭൂതകാദ്രിഭി നിർഗാതച്ച മഹാം താദാസാകഞ്ചത്തനൈർനുഭി വായുർവാദികരത് പരശോരജസാ തമാതൃക്പക്ഷന്തി ജലദാ. ജലത വർഷന്തി രക്തം എന്ന് ചില ഗ്രന്ഥത്തിലുണ്ട്. വ്ലാസൃക് വർഷന്തി ജലത ബീഭത്സമിവ സർവദ സൂര്യം കഥപ്രബംബശ്യാഗൃഹമർദ്ദം വിധോദിപീത തങ്കുരേർഭൂതഗണേ ജ്വലിതേ ഇവരോദസി നദ്യോ നദാശ്ചക്ഷുഭിദാക്ഷരാം തിജമനാശ്ചിജാനജ്വലന്തഗ്നിരാജ്യേന കാലോയം കിം വിദാസ്യതി ന പിബന്ധിത്തനം വത്സ ന ദുഃഖ്യന്തി ജമാതര ഹൃദം ദശ്രുമുഖാഗാവോ ന കൃഷ്യന്തി ശഭാവ്രജേ
ദേവതാനിരുദന്തി വസ്തുദ്യന്തി കുച്ചലന്തി ജ ഇമേ ജനപദാഗ്രാമാ പുരോദ്യാനാകരാശ്രമാ പൃഷ്ടശ്രിയോ നിരാനന്ദ കിമകം ദർശയന്തി ന മന്യ ഏതർമഹോത്പാദനൂനം ഭഗവത പദൈ അനന്യ പുരുഷാ ശീവിർ ഈനാപൂർഹതസൗഭഗാ ഇത് ചിന്തയതത്വസ്യാദിഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞപ്രത്യാഗമ ബ്രഹ്മൻ യതു പുര്യാകവിത്തജാതം പാദയോർനിപതിതം മയതാ പൂർവമാധുരം അധോ വദനം ബിന്ദുന്തി ചതേ നയനാബ്ജയോ വിലോക്യോർത്തിഗ്നഹൃദയോ പിച്ഛായം അനുജം നൃപാവൃച്ഛതിത്മതുഹൃന്മധ്യേ സംസ്മരൻ നാരദേരിതം യുധിഷ്ഠിര ഉവാച കച്ചിദാനർത്ഥപുര്യ നസ്വജന സുഖമാസതേ ന എന്ന് വിസർഗം ഇട്ട് വായിച്ചാൽ നമ്മൾ ഞങ്ങൾ എന്നൊക്കെയാണ് വരിക. വിസർഗം ഇല്ലെങ്കിൽ നെഗറ്റീവാണ്. രണ്ടും വിസർഗം കൊണ്ട് അർത്ഥം മാറുന്നു പറയുന്നതാണ്. ന തന്നെ വായിക്കണം. ന എന്ന് വായിച്ചവരെ ന കച്ചിദാനത്യപുര്യ ന സ്വജനാസുഖമാസതേ മധുഭോജതചാർഗാർഗതാത്തദാന്തകവൃഷ്ണയ ശൂരോ മാതാമഹ കച്ചേ സ്വസ്ത്യാർത്ഥേ പാദമാരിഷ മാതുലസാനുജ കച്ചിൽ കച്ചിത് കച്ചിത് കുശല്യാനഗദുന്ദുബി സപ്തസ്വസാരത്തത്പത്നോ മാതുലാന്യ സഹാത്മജ ആസതേ സഷ്ണുഷാ ക്ഷേമം ദേവകീ പ്രമുഖാശ്രയം കച്ചിത്താജാഹുഗോ ജീവത്ത തത്പുത്രോസ്ത്യജാനുജാ ഹൃദീക സഹൃദോ ക്രൂരോ ജയന്തഗതധാരണ ആസതേ കുശലം ഗച്ഛിതേജശത്രുജിതാദയ കച്ചിദാർത്ഥേ സുഖം രാമോ ഭഗവാൻ ദത്തദം പ്രഭു പ്രദ്യുമ്ന സർവവൃഷ്ണീനാം സുഖമാർത്തേ മകാരദ ഗംഭീരരേ അനിരുദ്ധോ വർത്തതേ ഭഗവാനുദാ സുഷേണച്ചാരുദേഷ്ണച്ച സംഭോജാം ഭവതി സുധാ അന്യേ ച കാഷ്ണിപ്രവരാ സപുത്ര ഋഷഭാദയ തഥേവാനുചരാ ശൗരേ ശ്രുതദേവോത്തവാദയാ സുരന്ദനന്ദശീഷണ്യായേ ജാന്യേ തത്തദർഷഭാ അഭിസത്യാസതേ സർവേ രാമകൃഷ്ണഭുജാശ്രയാ അവിസ്മരന്തി കുശലം അസ്മാകം ബദ്ധസൗഹൃദാ ഭഗവാനഭി ഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സലോ കച്ചിത്പുരേ സുധർമായാം സുഖമാത്തേ സുഹൃത്മയാ സുഹൃത് വ്രത മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച ആർത്തേത് കുലാംബോധാവത്യാനന്ദസഖ പുമാൻ യദ്ബാഹുദണ്ഡഗുപ്തായാം സവ്ര്യം യഥോർച്ഛിത ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷികോ ഇവ യത്പാദശുശ്രൂഷണമുഖ്യകർമ്മണ സത്യാദയോ ദിഷ്ടതകത്രയോഷിത നിജിത്യസംഖ്യേ ശാന്തദാശിഷോ ഹരന്തി വജ്രായുധവല്ലഭോചിത യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദു പ്രവീരാഖഗിതോ ഭയാമുഹു അതിക്രമന്ത്യംഗ്രിഭിരാഹൃതാം ബലാർ സഭാം സുധർമാം സുരതത്തമോചിതാം കച്ചിത്തേനാമയം താതാ പൃഷ്ടതേജ വിഭാസി മേ അലബ്ധമാനോവജ്ഞാത കിംബാ താദശിരോഷിത കച്ചിന്നാവിഗതോ ഭാവൈ ശബ്ദാദിവിരമംഗളൈ ന ദത്തം ഉക്തം ആർത്തിവ്യ ആശയ യത്പതിശ്രുതം കച്ചിത്വം ബ്രാഹ്മണം ബാലങ്കാമൃത്തൻ രോഗിണം ത്രിയം ശരണോപസൃതം തത്വന്നാത്യാക്ഷീശരണപ്രദ കച്ചിത്വം നാഗമോ ഗമ്യാം വാസകൃതാം സ്ത്രീയം പരാജിതോ വാസ ഭവാനോത്തമേന സമേപതി അഭിപര്യമുക്താസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാഞ്ചുഗസ്ഥിതം കർമ്മ കിഞ്ചൽ കൃതവാന്നയദക്ഷമം കച്ചിത് പ്രേക്ഷതമേനാഥ ഹൃദയേനാത്മബന്ധുന ശൂന്യോത്മിരകിതോ നിത്യം മന്യസേതന്യദാനരുക്കോ ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാർമഹംസ്യാന്തംബിതായ അമൃതമസ്കന്ധേ യുധിഷ്ഠിര വിതർക്കോ നാമ. യുധിഷ്ഠിരൻ്റെ ചിന്തയാണ്. അതാണ് യുധിഷ്ഠിര വിതർക്കോ നാമ. ചതുർദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.